ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മഷ്റൂം കടായിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ നല്ലതാണ്. ചോറിനും ചപ്പാത്തിക്കും എല്ലാം വളരെ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മഷ്റൂം കടായി ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ 200 ഗ്രാം പാക്കറ്റിൻ്റെ ഒരു മഷ്റൂമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 200 ഗ്രാമിന് ഇവിടെ 50 രൂപയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ എല്ലായിടത്തും കിട്ടുമായിരിക്കുമല്ലോ. ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം കേട്ടോ. നമുക്ക് കേടുവന്നതാണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കുവാൻ. അത് കറുത്ത കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ബാക്ടീരിയ എല്ലാം ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ അതൊന്നും മേടിക്കാതിരിക്കുക. അപ്പം ഞാനിവിടെ എന്താ പറയുക, ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഞാനിതിവിടെ ചെറിയ കഷ്ണങ്ങളായി നുറുക്കി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. ക്യാപ്സിക്കവും 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി അങ്ങനെ കഴുകി വൃത്തിയാക്കി അവിടെ വാരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു 3 ഓണിയനും അതുപോലെ 2 പൊട്ടറ്റോയും കൂടി ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതും ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇനി റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്ര റിഫൈൻഡ് ഓയിൽ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരി വെക്കണം. അപ്പോൾ ഒന്ന് ഫ്രൈ ആക്കണം കേട്ടോ. നല്ല പോലെ അങ്ങ് ഫ്രൈ ആക്കണ്ട, അതിൻ്റെ കുറച്ച് അടുത്ത് വരെ വന്നാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എത്ര വറുത്ത് കോരി വെക്കണമെന്ന്. പിന്നെ ഈ കറി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും മഷ്റൂം കറിയെല്ലാം. പക്ഷേ അത് പലരും പല രീതിയിലായിരിക്കുമല്ലോ, വറുത്തരച്ചെല്ലാം ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വേറെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ കണ്ടില്ലേ, ഇത്രയും ആയാൽ മതി കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് ഇത്രയും ആയാൽ മതി. അപ്പോൾ ഈ പരുവത്തിൽ നിങ്ങൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം ഇവിടെ ഫ്രൈ ആയി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നല്ല മസാലകളൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളും അതുപോലെ എന്തൊക്കെയാണ് ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാനൊരു കറുവപ്പട്ടയുടെ ഇല എടുത്തിട്ടുണ്ട്. കറുവപ്പട്ടയുടെ ഇല അതേ നമ്മൾ വറുത്ത് കോരി വെച്ച ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വേറെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ 2 ഏലക്കായും 2 ഗ്രാമ്പൂവും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ എണ്ണയിൽ ഒന്നങ്ങ് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് 2 ചുമന്ന മുളകും കൂടിയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ചുമന്ന മുളക് ഈ കടായി മഷ്റൂമിലേക്ക് നല്ലൊരു ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് പ്രത്യേകമായിട്ട് റെഡ് ചില്ലി ഇടും കേട്ടോ അവർ. ഇനി ഈ റെഡ് ചില്ലിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ എണ്ണയുടെയും അതുപോലെ മസാലയൊക്കെ എടുക്കുമ്പോൾ മസാലയുടെയൊക്കെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഇതെല്ലാം നല്ല പോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കവും എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇതിലേക്ക് 2 തക്കാളിയും കൂടിയും അരിഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ ദാ ഉള്ളി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതും കൂടി ഒന്ന് നല്ല പോലെ എണ്ണയിൽ കിടന്ന് വഴറ്റി എടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും സൺഫ്ലവർ ഓയിലാണ് നല്ലത്. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് നിൽക്കും. അപ്പോൾ അതിൻ്റെ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാഷ്യൂനട്ടും ബദാമുമാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 കാഷ്യൂനട്ടും ഒരു 5 ബദാമും എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇതാ ഇവിടെ അത് ഞാൻ അരച്ച് പേസ്റ്റാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടതാണ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നല്ലപോലെ അതിൻ്റെ ഒരു പച്ചച്ചുവയെല്ലാം മാറുന്നത് വരെ നമ്മളൊന്ന് നല്ലപോലെ എണ്ണയിൽ ചൂടാക്കി എടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു ഇവിടെ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കുള്ള ഉപ്പും ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മൾക്ക് കുറച്ച് കുറഞ്ഞാലും നമുക്ക് പിന്നെയും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എപ്പോഴും ഇട്ട് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക ഉപ്പെല്ലാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ റെഡ് ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ചിക്കൻ മസാല ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആ മസാലകളെല്ലാം ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ മസാലകളെല്ലാം നല്ലപോലെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളേക്ക് ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാം കഷ്ണങ്ങളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ പൊട്ടറ്റോ ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പൊട്ടറ്റോ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോയുടെ കൂടെ ആ 2 പച്ചമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടു. അതിന് ശേഷം ഞാനിവിടെ വഴറ്റി വെച്ച ക്യാപ്സിക്കം, മഷ്റൂം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പൊട്ടറ്റോ ഇതുപോലെ അങ്ങ് വെന്ത് കിട്ടില്ലല്ലോ. അപ്പോൾ പൊട്ടറ്റോ വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് 12 മിനിറ്റ് നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് വേവിക്കുക. അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒരു 12 മിനിറ്റ് നിങ്ങൾ ആക്കുമ്പോഴത്തേക്കും കിഴങ്ങൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കറിക്കും ഒരു ചെറിയൊരു കുറുകലൊക്കെ വന്നിട്ടുണ്ടാവും മസാലയൊക്കെ. ഇനി നമ്മൾക്ക് അധികം കുറുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ബദാമിൻ്റെ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ ക്രീം, പാട ഉണ്ടല്ലോ, പാലിൻ്റെ പാട. ഞാനിവിടെ 1 പാക്കറ്റ് പാലിൻ്റെ പാട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാലും എടുത്തു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഓണാക്കിയിരുന്നില്ല, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പാലിൻ്റെ കുറച്ച് ഭാഗം ഒഴിക്കുന്നത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനായും കാണിക്കാൻ മറന്നുപോയതാണ്. അതുകൊണ്ട് പാലിൻ്റെ പാട നിർബന്ധമായിട്ടും നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പോഴാണ് ടേസ്റ്റ് വരിക. പിന്നെ ഇവിടെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിന് ഒരു നല്ല പോലെ ഒരു എന്താ പറയുക കൊഴുപ്പും അതുപോലെ സന്തുലിതമായിട്ട് എരിവും പുളിയും അതുപോലെ മധുരവും ഉപ്പും എല്ലാം കൂടി ബാലൻസ് ചെയ്ത് നിർത്തും. അതിനാണ് ഈ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക ഇതിലേക്ക്. എന്നിട്ട് ഒരു കളർഫുൾ കറിയായിട്ട് മാറും കേട്ടോ അപ്പോഴത്തേക്കും ഇത് മഷ്റൂം കറി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മഷ്റൂമിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.